നിങ്ങൾ ഒരു ബഹിരാകാശ പേടകത്തിൽ കയറി ഭൂമിയിൽ നിന്നും കഴിയുന്ന അത്ര ദൂരം ഒരേ ദിശയിൽ യാത്ര ചെയ്യുന്നതായി ചിന്തിക്കുക. ഇപ്പോൾ ആ സ്പേസ് ഷിപ്പ് ലൈറ്റിൻ്റെ വേഗത വരെ സ്ഥിരമായി വേഗം കൂട്ടാൻ കഴിയുന്നതും നിങ്ങൾക്ക് അനന്തമായ ആയുസ്സുമുള്ളതായിരിക്കുമെന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ അതിരിലേക്ക് എത്തുവാൻ എത്ര സമയമെടുക്കും? അതെങ്ങനെയായിരിക്കും കാണപ്പെടുക? നിങ്ങൾ അതെങ്ങനെ കടന്നുപോകും? നിങ്ങൾ ആ അതിര് കടന്നുപോയി കഴിഞ്ഞാൽ അതിനപ്പുറം എന്തായിരിക്കും ഉണ്ടാവുക? പ്രപഞ്ചത്തിന് ഒരു അതിരുണ്ടോ? അല്ലെങ്കിൽ അത് അനന്തമാണോ? നമ്മുടെ പ്രപഞ്ചത്തിന് എന്തു രൂപമാണുള്ളത്? (2023) നേച്ചറിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ജെയിംസ് വെബ് സ്പേസ് ഒബ്സർവേറ്ററി നടത്തിയ ഒരു അതിശയകരമായ കണ്ടെത്തൽ അവതരിപ്പിക്കുന്നു. നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത 6 ആകാശ വസ്തുക്കൾ. ബിഗ് ബാങ്കിന് ശേഷം 13.8 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ വസ്തുക്കൾ അതിന് വെറും 600 മില്യൺ വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യകാല പ്രപഞ്ചത്തിൽ തന്നെ രൂപപ്പെട്ടു. നാം പറയുന്നത് 6 ഗാലക്സികളെ കുറിച്ചാണ്, അതും വളരെ വലിയവ. ഇത്രയും വേഗതയിൽ ഇത്ര വലിയ ഗാലക്സികൾ എങ്ങനെ രൂപപ്പെട്ടു എന്ന് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നതേയില്ല. നിലവിലെ മോഡലുകൾ പ്രകാരം ഈ ഗാലക്സികൾ കുറഞ്ഞത് 10 മടങ്ങ് ചെറുതായിരിക്കണം, അല്ലെങ്കിൽ 50 മടങ്ങ് പോലും. കണക്കുകൾ പ്രകാരം അത്രയും നക്ഷത്രങ്ങൾ ഇത്ര വേഗതയിൽ രൂപപ്പെടാൻ ആവശ്യമായ സാധാരണ മാറ്റർ അന്നുണ്ടായിരിക്കേണ്ടതല്ല. ഈ കണ്ടെത്തലുകൾ സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ തെറ്റായിരുന്നു പഠിച്ചിരുന്നത് എന്ന് വരും. അതായത് ബിഗ് ബാങ്ക് മൂലം രൂപപ്പെട്ട പ്രപഞ്ചത്തിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പ്രായം തെറ്റാണ്. 13.8 ബില്യൺ വർഷം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഒരുപക്ഷെ പ്രപഞ്ചത്തിൻ്റെ പ്രായം അതിൻ്റെ ഇരട്ടിയോളമായിരിക്കാം, 26.7 ബില്യൺ വർഷങ്ങളായിരിക്കാം. ഇതൊരു ചെറിയ ശാസ്ത്രീയ കൗതുകം മാത്രമല്ല, ഇത് ഗൗരവകരമായ പ്രത്യാഘാതമുള്ള ഒന്നാണ്. ഈ പഠനത്തിൻ്റെ ഒരു രചയിതാവായ എറിക്ക നെൽസൺ പറഞ്ഞത്, ഈ ഗാലക്സികളിൽ ഒന്നുപോലും യഥാർത്ഥമാണെങ്കിൽ അത് കോസ്മോളജിയെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കലിൻ്റെ പരിധികളെയെല്ലാം തള്ളിപ്പറയും. ഇപ്പോൾ ഈ കാര്യങ്ങൾക്ക് വ്യക്തമായ വിശദീകരണമോ വ്യക്തതയോ ഒന്നും നൽകുവാൻ സാധിക്കില്ല. പക്ഷേ ഡാർക്ക് ടൈം എന്ന ആശയം ഇതിനോടകം തന്നെ ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണെന്നും നിരീക്ഷണ പിഴവുകൾ ഒന്നുമില്ല എന്നും തെളിയിച്ചു കഴിഞ്ഞാൽ ഇത് സ്പേസിനെക്കുറിച്ചുള്ള നമ്മുടെ സിദ്ധാന്തങ്ങളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി മാറ്റും. അതിവിശാലമായ ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്തീർണത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അപൂർണമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിധി ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് കരുതാം. ഈ പ്രപഞ്ചത്തിന് അതുപോലെ പരിധികളുണ്ടെങ്കിൽ, അതായത് പ്രപഞ്ചത്തിന് ഒരു അറ്റമുണ്ടെങ്കിൽ സിദ്ധാന്തപരമായി നമുക്ക് അവയിൽ എത്താൻ കഴിയും, അല്ലേ? അപ്പോൾ അവ എങ്ങനെയായിരിക്കും കാണപ്പെടുക? ഇത് മനസ്സിലാക്കുവാൻ നമുക്കൊരു ചിന്താ പരീക്ഷണം തന്നെ നടത്താം. നാം ആകാശഗോളത്തിലെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് കരുതുക. ഇപ്പോൾ തന്നെ അനേകം ചോദ്യങ്ങൾ ഉയരും. ഈ യാത്രയ്ക്ക് ഒരിക്കൽ ഒരു അവസാനമുണ്ടാകുമോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? നാം ഒരു വലിയ കറുത്ത മതിലിൽ തട്ടി നിൽക്കുമോ? അല്ലെങ്കിൽ അതിനെയും കടന്നു പോകുമോ? അതിനെ കടന്നാൽ പിന്നെ നമ്മൾ എവിടെയായിരിക്കും എത്തിച്ചേരുക? ഇത്തരം ചോദ്യങ്ങൾ ബാലിശമെന്നോ നിഷ്കളങ്കമെന്നോ കരുതുന്നവർക്ക് ഈ ചോദ്യങ്ങളെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ് എന്ന് ഓർക്കേണ്ടതാണ്. നമ്മുടെ പഴയ കോസ്മോളജിയുടെ വലിയ ഭാഗം പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തെയും അതിരിനെയും കുറിച്ചായിരുന്നു. ഉദാഹരണത്തിന് 19-ാം നൂറ്റാണ്ടിലെ ഒരു എൻഗ്രേവിംഗ് മധ്യകാലഘട്ടത്തിലെ ആളുകളെല്ലാം പ്രപഞ്ചത്തിൻ്റെ അതിരിനെ എങ്ങനെ സങ്കല്പിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അതിനപ്പുറം കോസ്മോസിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ടെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ചോദ്യത്തിന് ഒരു ഉറച്ച ഉത്തരത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടേയില്ല. ഇന്ന് ഏറ്റവും സാധ്യതയുള്ള ചില സിദ്ധാന്തങ്ങൾ നമുക്ക് പരിശോധിക്കാം. വീഡിയോയുടെ അവസാനം ഏറ്റവും അടുത്തതും ഏറ്റവും വ്യക്തമായിട്ടും അതേസമയം ഏറ്റവും സാധ്യതയുമുള്ള ഒരു പരിധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ആദ്യം ചില പ്രധാന കാര്യങ്ങൾ വീണ്ടും ഓർക്കാം. നമ്മൾ അതിശക്തമായ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഡീപ്പ് സ്പേസിനെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അതിരിനെ അല്ല, മറിച്ച് അതിൻ്റെ സാധ്യതയുള്ള ആരംഭത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ നോക്കുമ്പോൾ അവർ 3 നാനോ സെക്കൻഡ് മുൻപ് എങ്ങനെയായിരുന്നുവോ അതാണ് കാണുന്നത്. പക്ഷേ ബിറ്റിൽജ്യൂസ് എന്ന നക്ഷത്രത്തെ നോക്കുമ്പോൾ അത് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന രൂപത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇതിനിടയിൽ അത് ഇതിനോടകം പൊട്ടിത്തെറിച്ച് വരെ പോയിട്ടുണ്ടാകാം.
ഗുരുത്വാകർഷണവും ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്നു. നാം സൂര്യനെ 8 മിനിറ്റ് 20 സെക്കൻഡ് മുൻപ് എങ്ങനെയായിരുന്നുവോ അതുപോലെയാണ് ഇന്ന് കാണുന്നത്. ഭൂമി ആകർഷിക്കപ്പെടുന്നത് സൂര്യൻ്റെ ഇപ്പോഴത്തെ സ്ഥാനത്തേക്കല്ല, മറിച്ച് 8 മിനിറ്റ് 20 സെക്കൻഡ് മുൻപ് അത് എവിടെയായിരുന്നുവോ ആ സ്ഥാനത്തേക്കാണ്. സൂര്യൻ പെട്ടെന്നങ്ങ് ഇല്ലാതായി പോയാൽ പോലും ഭൂമിയും മറ്റു ഗ്രഹങ്ങളും കുറച്ചു സമയം ശൂന്യമായ സ്ഥലത്തെ ചുറ്റി ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കും. തുടർന്ന് അവയെല്ലാം വിവിധ ദിശകളിലേക്ക് ചിതറിപ്പോകും. ഇതേ കാരണത്താൽ നമ്മുടെ ഏറ്റവും അടുത്ത ഗാലക്സിയായ ആൻഡ്രോമെഡ ഗാലക്സി ഏകദേശം 4 ലക്ഷം കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിൽ നമ്മിലേക്ക് വരുന്നുണ്ട് എങ്കിലും ഇത് നമ്മൾ കാണുന്നതിനേക്കാൾ ഏകദേശം 900 പ്രകാശവർഷങ്ങൾ അടുത്താണ്. 900 പ്രകാശവർഷം എന്നത് വളരെ വലിയ ദൂരമാണ് എന്ന് നമുക്കറിയാം. താരതമ്യമായി സൂര്യനോട് ഏറ്റവും അടുത്ത നക്ഷത്രം 4.24 പ്രകാശവർഷം മാത്രം അകലെയാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ പ്രസൻറ്റിനെ അല്ല, പാസ്റ്റിനെയാണ്. നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ദൂരം ബിഗ് ബാങ് മുതൽ വെളിച്ചം എത്തുവാൻ കഴിഞ്ഞ പരിധി വരെയാണ്. ഈ ദൂരം ഏകദേശം 46 ബില്യൺ പ്രകാശവർഷങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ ചോദ്യം ഉയരും. പ്രപഞ്ചത്തിൻ്റെ പ്രായം 13.8 ബില്യൺ വർഷം മാത്രമാണെങ്കിൽ 46 ബില്യൺ പ്രകാശവർഷം ദൂരെയുള്ള വസ്തുക്കൾ എങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു? ഇത് ബിഗ് ബാങ്ങിന് മുൻപുള്ള വസ്തുക്കളായിരിക്കുമോ? അല്ല, അങ്ങനെയല്ല. അതിന് കാരണം ഡാർക്ക് എനർജിയും അതുമൂലമുണ്ടാകുന്ന ഈ സ്പേസിൻ്റെ എക്സ്പാൻഷനുമാണ്. ആ വെളിച്ചം നമ്മിലേക്ക് എത്തിയതല്ല, സ്പേസ് തന്നെയാണ് വിപുലീകരിച്ച് നമുക്ക് കൂടുതൽ ദൂരം കാണുവാൻ സാധിക്കുന്നതായി മാറിയത്. അതിനാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ 46 ബില്യൺ പ്രകാശവർഷം ദൂരെയുള്ള പരിധിയാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ്. പക്ഷേ ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന അതിരിനെയല്ല, പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ അതിരിനെയാണ്. നമ്മൾ ചില ആളുകളെ ഒരു സ്പേസ് ഷിപ്പിൽ കയറ്റി അവർക്ക് കഴിയുന്ന അത്ര വേഗതയിൽ ഒരു ദിശയിൽ പറത്തിയാൽ എന്ത് സംഭവിക്കും? ഡേവിഡ് കിപ്പിംഗ് എന്ന കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ ഈ ചോദ്യത്തിന് വളരെ വിശദമായൊരു മറുപടി നൽകിയിട്ടുണ്ട്. ഒരു സ്പേസ് ഷിപ്പ് സ്ഥിരമായി 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന നിരക്കിൽ വേഗം കൂട്ടുന്നു എന്ന് കരുതുക. കാരണം ഈ ഒരു ആക്സിലറേഷൻ ക്രൂവിന് ഭൂമിയിലെ ഗുരുത്വാകർഷണത്തെ പോലെ തന്നെ അനുഭവപ്പെടും. ആദ്യ സെക്കൻഡിൽ സ്പേസ് ഷിപ്പിൻ്റെ വേഗത 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. രണ്ടാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആകും. മൂന്നാമത്തെ സെക്കൻഡ് ആകുമ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു മണിക്കൂറിന് ശേഷം വേഗത ഏകദേശം 35,000 കിലോമീറ്റർ പെർ മണിക്കൂറായി മാറും. 83 മണിക്കൂറുകൾക്കുള്ളിൽ ഇത് ചന്ദ്രനെ കടന്നു പോകും. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് ശനിയെ കടന്നു പോകും. 11 ദിവസങ്ങൾക്കുള്ളിൽ ഇത് നെപ്റ്റ്യൂണിനെയും കടന്നുപോകും. ഈ ഒരു ചിന്താ പരീക്ഷണം വിജയിക്കുന്നതിനായി ഫ്യൂവൽ കുറവ്, കോസ്മിക് ഡസ്റ്റിനൊപ്പം ഇടിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള പ്രാക്ടിക്കൽ പ്രശ്നങ്ങളെല്ലാം നമ്മൾ അവഗണിക്കുകയാണ്. ഏകദേശം 15 മാസത്തിനുള്ളിൽ തന്നെ സ്പേസ് ഷിപ്പ് തൻ്റെ ആദ്യത്തെ പ്രകാശവർഷം പിന്നിട്ട് കഴിയും. ഇപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രവർത്തനം തുടങ്ങും. ഒരു വലിയ വസ്തുവിന് ലൈറ്റിൻ്റെ വേഗം എത്തുവാൻ സാധിക്കില്ല. അത് അതിനടുത്ത് വരെ എത്തും, പക്ഷേ ഒരിക്കലും അതിലെത്തില്ല. ഉദാഹരണത്തിന് ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ പ്രോട്ടോണുകൾ 29,97,92,455 മീറ്റർ പെർ സെക്കൻഡ് എന്ന വലിയ വേഗതയിൽ എത്തിയിരിക്കുന്നു. ലൈറ്റിൻ്റെ വേഗത്തിൽ എത്തിച്ചേരുവാൻ ഇനി 3 മീറ്റർ പെർ സെക്കൻഡ് കൂടി മാത്രം മതി എന്ന് തോന്നാം. പക്ഷേ അതിനാവശ്യമായ എനർജി എന്നത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ എനർജിയേക്കാളും കൂടുതലായിരിക്കും. വേഗം കൂടുന്തോറും സമയം മന്ദഗതിയിലാകും. പുറത്തു നിന്നുള്ള ഒരു നിരീക്ഷകൻ നോക്കുമ്പോൾ സ്പേസ് ഷിപ്പിൻ്റെ ചലനം മന്ദഗതിയിലായിരിക്കുന്നത് പോലെ തോന്നും. ക്രൂ സ്ലോ മോഷനിൽ നീങ്ങുന്ന പോലെ കാണപ്പെടും. പക്ഷേ സ്പേസ് ഷിപ്പിനുള്ളിലുള്ള ആളുകൾക്ക് സമയം സാധാരണ പോലെ തന്നെ കടന്നുപോകും. ഇനി നമുക്ക് അതിശയകരമായൊരു ഉദാഹരണം നോക്കാം. ഓ മൈ ഗോഡ് പാർട്ടിക്കിൾ എന്ന പേരിലുള്ള ഒരു കോസ്മിക് പാർട്ടിക്കിൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എനർജി എന്നത് ഒരു ബേസ്ബോൾ 93.6 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നതിൻ്റെ എനർജിയോട് തുല്യമാണ്. അത് ലൈറ്റിൻ്റെ വേഗത്തിന് വളരെ അടുത്ത വേഗതയിൽ സഞ്ചരിച്ചു. ഈ പാർട്ടിക്കിളിന് വേണ്ടി സമയം ഏകദേശം 300 ബില്യൺ മടങ്ങ് സ്ലോ ആയിരുന്നു. അതായത് നമുക്ക് 2.5 മില്യൺ വർഷം അടുക്കുന്ന ഒരു യാത്ര അതിന് വെറും 5 മിനിറ്റ് പോലെ തോന്നിപ്പിച്ചിരിക്കും. ഇത് നമ്മെ ഒരു നിർണായകമായ കാര്യത്തിലേക്കാണ് നയിക്കുന്നത്. ലൈറ്റിനായി സമയം നിൽക്കുന്ന പോലെയാണിത്. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. സ്പേസ് ഷിപ്പ് തിരിച്ചു വരാതെ മുന്നോട്ട് മാത്രം പോകുന്നുവെങ്കിൽ
അത് 8.3 ബില്യൺ പ്രകാശവർഷങ്ങൾ ദൂരം കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും അവസാനിക്കുകയാണ്. അവിടെ ഒരു മതിലോ അതിരോ ഇല്ല. പക്ഷേ സ്പേസ് എക്സ്പാൻഷൻ കാരണം ഈ പ്രദേശം ഭൂമിയിൽ നിന്നും പ്രകാശവേഗതയേക്കാൾ വേഗത്തിൽ അകന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനാൽ നിങ്ങൾ എത്ര വേഗതയിൽ തിരിച്ചു വരാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഭൂമിയിലേക്ക് അടുക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ എപ്പോഴും ഭൂമിയിൽ നിന്നും അകന്നുപോയിക്കൊണ്ടേയിരിക്കും. ഇത് മനസ്സിലാക്കാൻ ഒരു സ്ലിംഗി ടോയ് ചിന്തിക്കുക. അതിനെ വലിച്ചു നീട്ടുമ്പോൾ അടുത്തുള്ള കോയിൽസ് തമ്മിലുള്ള ദൂരം ചെറുതായിരിക്കും. പക്ഷേ അറ്റങ്ങളിലുള്ള കോയിൽസ് തമ്മിലുള്ള ദൂരം വളരെ വേഗതയിൽ വർദ്ധിക്കും. അതുപോലെ പ്രപഞ്ചത്തിൽ വിദൂരതയിലുള്ള ഗാലക്സികൾക്ക് നമ്മിൽ നിന്നും പ്രകാശവേഗതയേക്കാൾ വേഗത്തിൽ അകന്നു പോകാൻ കഴിയും. ഇത് കഥയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇതിലും കൂടുതൽ ആഴമുള്ള യാഥാർത്ഥ്യം മുൻപിൽ കാത്തിരിക്കുന്നു. നമുക്കത് മനസ്സിലാക്കുവാൻ ഒരു പടി പിന്നോട്ട് പോകണം. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഡാർക്ക് എനർജിയും സ്പേസ് എക്സ്പാൻഷനും കാരണം നമുക്ക് കാണാനാകുന്ന പരിധി എന്നത് 13.8 ബില്യൺ പ്രകാശവർഷം മാത്രമല്ല, ഏകദേശം 46 ബില്യൺ പ്രകാശവർഷം വരെ വ്യാപിക്കുന്നു. എന്നാൽ ഇത് സ്ഥിരമല്ല. ഭാവിയിൽ ഈ പരിധി ഏകദേശം 61 ബില്യൺ പ്രകാശവർഷം വരെ വർദ്ധിക്കും. എന്നാൽ കാണാൻ കഴിയുന്നത് എത്തിച്ചേരാൻ കഴിയാത്തതാണ്. ഡാർക്ക് എനർജി പ്രപഞ്ചത്തെ പല കോൺസെൻട്രിക് മേഖലകളായി വിഭജിച്ചിട്ടുണ്ട്. ഏകദേശം 15 ബില്യൺ പ്രകാശവർഷത്തിനുള്ളിലുള്ള ഗാലക്സികൾ, ഏകദേശം 66 ബില്യൺ സിദ്ധാന്തപരമായി നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നവയാണ്. പക്ഷേ 15 മുതൽ 46 ബില്യൺ പ്രകാശവർഷം വരെയുള്ള മേഖലകളിലുള്ള ഗാലക്സികൾ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും ഒരിക്കലും എത്തിച്ചേരുവാൻ കഴിയുകയേയില്ല. ഈ ഗാലക്സികൾ നമുക്ക് എപ്പോഴും ഫ്രോസൺ സ്നാപ്ഷോട്ട് പോലെ തന്നെ തോന്നും. അവയ്ക്ക് പ്രസൻറ്റ് സ്റ്റേറ്റ് ഒരിക്കലും നമ്മെ കാണിച്ചു തരികയില്ല. അവയുടെ വെളിച്ചം പതിയെ പതിയെ ക്ഷയിച്ച് ഒടുവിൽ ഇല്ലാതെയായി പോകും. 46 മുതൽ 61 ബില്യൺ പ്രകാശവർഷം വരെയുള്ള ഗാലക്സികൾ ഇപ്പോൾ നമുക്ക് കാണാനാകില്ല. പക്ഷേ ഭാവിയിൽ അവയെ കാണുവാൻ സാധിക്കും. എന്നാൽ അവ ഇതിനോടകം തന്നെ നമ്മിൽ എത്താനാകാത്ത പരിധിക്കുള്ളിലാണുള്ളത്. 61 ബില്യൺ പ്രകാശവർഷങ്ങൾക്ക് അപ്പുറത്തുള്ള ഗാലക്സികൾ നമുക്കൊരിക്കലും കാണാനോ അവിടെ എത്തിച്ചേരാനോ സാധിക്കുകയില്ല. ഉദാഹരണത്തിന് GN-Z11 എന്ന ഗാലക്സി എടുത്തു നോക്കാം. ഇത് ഏകദേശം 32 ബില്യൺ പ്രകാശവർഷങ്ങൾ ദൂരെയാണുള്ളത്. ഇതിൻ്റെ വെളിച്ചം ബിഗ് ബാങ്ങിന് ശേഷം 400 മില്യൺ വർഷങ്ങൾക്കും ശേഷം പുറപ്പെട്ടതാണ്. നമുക്ക് ഇതിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എങ്കിലും അതൊരു ഫെയർവെൽ ഇമേജാണ്. ഇപ്പോൾ അത് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചം ഒരിക്കലും നമ്മിലേക്ക് എത്തത്തേയില്ല. ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായ സത്യം എന്താണ് എന്ന് അറിയാമോ? നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്ന ഗാലക്സികളിൽ 96.7% ഇതിനോടകം തന്നെ നമ്മിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. അവയിൽ നിന്നും ഇപ്പോൾ പുറപ്പെടുന്ന പ്രകാശം ഒരിക്കലും നമ്മിൽ എത്തിച്ചേരുകയേയില്ല. ഭാവിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന മൊത്തം ഗാലക്സികളുടെ 98.6% ഇതിനോടകം തന്നെ നമ്മിൽ നിന്നും മറയ്ക്കപ്പെട്ട് കഴിഞ്ഞവയാണ്. അതായത് ഏകദേശം 4.7 ട്രില്യൺ ഗാലക്സികളിൽ നിന്നും വെറും 66 ബില്യൺ ഗാലക്സികൾ മാത്രമാണ് ഇപ്പോഴും നമുക്ക് തിയററ്റിക്കലി എത്തുവാൻ കഴിയുന്നത്. ഓരോ സെക്കൻഡിലും ഏകദേശം 60,000 നക്ഷത്രങ്ങൾ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. അവ യഥാർത്ഥത്തിൽ ഇല്ലാതാവുകയല്ല, പക്ഷേ നമ്മിൽ നിന്നും കാഷ്വൽ കണക്ഷൻ നഷ്ടപ്പെടുന്നു. കാലക്രമേണ ഗാലക്സികളെല്ലാം ഒറ്റപ്പെട്ടവയായി മാറും. നക്ഷത്രങ്ങൾ കത്തിത്തീരും. ബ്ലാക്ക് ഹോൾ പോലും ഹോക്കിംഗ് റേഡിയേഷൻ മൂലം ഇല്ലാതെയായി പോകും. ഒടുവിൽ ഈ പ്രപഞ്ചം ശൂന്യമായ സ്പേസ് മാത്രമായി മാറും. ഡാർക്ക് എനർജി അതിനെ തുടർച്ചയായി എക്സ്പാൻഡ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ വീണ്ടും നമ്മുടെ സ്പേസ് ഷിപ്പിലേക്ക് തിരികെ പോകാം. ക്രൂ വീണ്ടും യാത്ര തുടർന്നാൽ അവരുടെ ക്ലോക്കിൽ 200 വർഷം കടന്നു പോകുമ്പോൾ പുറത്തുള്ള പ്രപഞ്ചത്തിൽ 10⁻41 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. ഈ സമയത്ത് ഒബ്സർവബിൾ യൂണിവേഴ്സിൽ മറ്റൊന്നുമില്ലാതെ സ്പേസ് ഷിപ്പ് മാത്രം നിൽക്കുന്ന ഒരു സാധ്യതയുണ്ട്. ഇത് പൂർണ്ണമായും ഇരുട്ടിലൂടെ ആയിരിക്കും സഞ്ചരിക്കുക. ഇപ്പോൾ നമുക്ക് മറ്റൊരു വലിയ ചോദ്യത്തിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഇരിക്കുന്നത്? എന്താണ് പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥ ആകൃതി? ഇത് മനസ്സിലാക്കുവാൻ ജോമെട്രിയും ടോപ്പോളജിയും ആവശ്യമാണ്. ഗണിതശാസ്ത്രജ്ഞന്മാർ 12 വ്യത്യസ്ത ടോപ്പോളജീസ് വരെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവയിൽ ഓറിയൻറ്റബിൾ, നോൺ ഓറിയൻറ്റബിൾ രൂപങ്ങൾ ഉൾക്കൊള്ളുന്നു. ഉദാഹരണത്തിന് മൊബിയസ് സ്ട്രിപ്പ് ഒരു നോൺ ഓറിയൻറ്റബിൾ സർഫസ് ആണ്. എന്നാൽ ഇത്തരം മാറ്റർ ആൻറ്റി മാറ്റർ ഇൻട്രാക്ഷൻ നമുക്കൊരിക്കലും കാണാനാകില്ല. കെർവേച്ചറിനെക്കുറിച്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് വലിയ സ്കെയിൽ പ്രപഞ്ചം ഫ്ലാറ്റ് ആണെന്നാണ്. ഇത് ഇൻഫിനിറ്റിയെ പിന്തുണയ്ക്കുന്നു.
മാക്സ് ടാഗ്മാർക്ക് പറയുന്ന പോലെ ഇൻഫിനിറ്റി യൂണിവേഴ്സിൽ എല്ലാ തരം കോമ്പിനേഷനുകളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് കാരണം അസാധ്യമായതായി തോന്നുന്ന സംഭവങ്ങളും അനന്തമായ സമയം കഴിഞ്ഞാൽ സംഭവിക്കും. അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇതിൻ്റെ അടിസ്ഥാനമാണ്. സീൻ കരോൾ പോലുള്ള ശാസ്ത്രജ്ഞന്മാർ ഇതിൻ്റെ പ്രോബബിലിറ്റി വരെ കണക്കാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ ആശയത്തിലേക്ക് വരാം. ഈ പ്രപഞ്ചത്തിൻ്റെ അറ്റം എവിടെയാണ്? അത് ഒരിടത്തുമല്ല, എല്ലായിടത്തുമാണ്. ഇത് 4th ഡയമെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. 2D ലോകത്തിലെ ജീവികൾക്ക് അവരുടെ ലോകത്തിൻ്റെ എഡ്ജ് മനസ്സിലാക്കാനാകാത്തതുപോലെ നമുക്കും 4th ഡയമെൻഷനെ മനസ്സിലാക്കാനേ സാധിക്കില്ല. 4th ഡയമെൻഷൻ നമുക്ക് ചുറ്റിലും എല്ലായിടത്തും നിലനിൽക്കുന്നു, ഓരോ ആറ്റത്തിൻ്റെ ചുറ്റിലും. പക്ഷേ നമുക്കത് അനുഭവിക്കാൻ കഴിയില്ല. അതിനാൽ നമ്മൾ അന്വേഷിക്കുന്ന യഥാർത്ഥ പ്രപഞ്ചത്തിൻ്റെ അറ്റമെന്നത് ഒരു പ്രത്യേക സ്ഥലമല്ല, അതൊരു ഹയർ ഡയമെൻഷനാണ്. അവസാനമായി ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ ചോദ്യങ്ങളും ഒരൊറ്റ ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ അതിര് എന്ന് കരുതുന്നത് ഒരു മതിലോ ഒരു അവസാനമോ അല്ല, മറിച്ച് നമ്മുടെ ബോധത്തിൻ്റെ ഒരു പരിധിയാണ്. നമ്മൾ ഒരു ദിവസം ഒരു സ്പേസ്ഷിപ്പിൽ കയറി നേരെ മുന്നോട്ട് യാത്ര ചെയ്താലും ഒരിടത്തും ചെന്ന് തട്ടി നിൽക്കില്ല. പകരം സ്പേസ് തന്നെ വിപുലീകരിച്ചുകൊണ്ട് നമ്മെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടേയിരിക്കും. അതിനാൽ പ്രപഞ്ചത്തിൻ്റെ അതിരെന്നത് ഒരു സ്ഥലമല്ല, മറിച്ച് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു യഥാർത്ഥ പരിധിയാണ്. ഒരുപക്ഷെ പ്രപഞ്ചം അനന്തമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അടച്ച രൂപത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഒരു ഉയർന്ന ഡയമെൻഷൻ്റെ ഭാഗമായിരിക്കാം. ഇതിലെ ഏറ്റവും അതിശയകരമായ കാര്യം എന്തെന്നാൽ നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഈ അതിര് ഒരുപാട് പ്രകാശദൂരങ്ങൾക്കപ്പുറത്തല്ല, എല്ലായിടത്തുമുണ്ട്. നമുക്ക് ചുറ്റിലും, ഓരോ അണുവിൻ്റെയും ചുറ്റിലും, നമ്മൾ കാണാനോ അനുഭവിക്കാനോ കഴിയാത്ത ഒരു 4ാമത്തെ ഡയമെൻഷൻ്റെ രൂപത്തിൽ. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിനപ്പുറം എന്താണ് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഒരിക്കലും പൂർണ്ണമായ ഉത്തരമുണ്ടാകില്ല. കാരണം നാം ഇതിനകം തന്നെ ആ രഹസ്യത്തിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. നമ്മൾ ബഹിരാകാശത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതോടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: നമ്മൾ അറിയാത്തത് നമ്മൾ അറിയുന്നതിനേക്കാൾ അനന്തമായി കിടക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുള്ള കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.